അങ്ങനെ ഷിക്കാഗോ നഗരം വീണ്ടും ഉണർന്നു. ഒരു മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് മഞ്ഞൊക്കെ മാറി ആ മൂടലിൽ നിന്ന് ഷിക്കാഗോ നഗരം പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്തേക്ക് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഡൗൺ ടൗൺ, ഓഫ് കോഴ്സ്, അത് തന്നെയാണല്ലോ നമ്മളെപ്പോഴും പോകുന്നത്. അങ്ങനെ ഡൗൺ ടൗണിലേക്കൊരു യാത്രയായിരുന്നു ഇന്ന്. ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിലും എന്നാൽ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ നേരെ റിവർ വാക്ക് ഏരിയയിലേക്ക് പോയി. അവിടെ അറിയാമല്ലോ, കുറേ പേരുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവരും അന്ന് നല്ലൊരു ക്ലൈമറ്റ് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയതുകൊണ്ടാവാം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ, റിവർ സൈഡിൽ കൂടെ വാക്ക് ചെയ്ത് കുറച്ച് നേരം കയാക്കിംഗ് ഒക്കെ ഉണ്ടായി അവിടെ. അതെല്ലാം കണ്ട് വളരെ എന്നുവെച്ചാൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നെന്തോ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു കാരണത്താൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വന്നു. പക്ഷേ കുറേ നേരം ആ കയാക്കിംഗ് ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പോകുന്നവർക്കൊക്കെ ഞാൻ അവിടെ നിന്ന് ടാറ്റോ എടുക്കുന്നുണ്ടായിരുന്നു. അതെ, ഈ പോകുന്ന ഒരാളെപ്പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഈ പോകുന്ന എല്ലാവർക്കും ഒരു ബൈ കൊടുത്തിട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത്. ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ സൺസെറ്റ് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അന്നേ പിന്നെ നമുക്ക് പാർക്കിലേക്ക് നടക്കാമെന്ന്. അങ്ങനെ റിവർ സൈഡിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കാണുന്നത്. ഒരു കപ്പിൾസ് അവിടെ നിന്ന് ഒരു ഹിസ്റ്റോറിക്കൽ ഫോട്ടോ എടുക്കുന്നത്. ഈ പത്രത്തിൽ കാണുന്ന കണ്ടോ? ആ പത്രത്തിൽ വരുന്നത് പോലെ ഒരു എസ്തെറ്റിക് ഫോട്ടോ. അപ്പോൾ അവൻ ചെയ്യുന്നത് കണ്ടോ? ആ ഒരു ക്യാമറ യൂസ് ചെയ്ത് അവൻ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായി. ഈ ബേർഡ്സിൻ്റെ, പൈത്തൺ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ ലേഡി എൻ്റെ അടുത്ത് ചോദിച്ചോ ആ പാമ്പിനെ കഴുത്തേലിടാൻ തരട്ടെ എന്ന്. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഓടി, കാരണം അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അവിടെ നിന്നേരെ ഞങ്ങൾ ഈ മില്ലേനിയം പാർക്കിൽ വന്നു. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, അതായത് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയ ബെസ്റ്റ് വ്യൂ. ഒന്ന് കണ്ടു നോക്കിട്ടോ, ഇപ്പോൾ കാണാം. ഒരു ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യൂ അടിപൊളിയല്ലേ? അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടുന്ന് ഷിക്കാഗോ ബീൻ കാണാൻ വന്നു. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇത് വേൾഡിലെ ലാർജസ്റ്റ് ഔട്ട്ഡോർ ആർട്ട് ഇൻസ്റ്റലേഷനാണ്. ഈ സ്കൾപ്ചർ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിനടക്കം ഞാനും. അങ്ങനെ അതൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് അതിനകത്തൂടെ കയറുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തൂടെ നമുക്ക് പാസ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കണ്ടു നോക്ക് എന്താ തോന്നുന്നതെന്ന്. നമുക്കിങ്ങനെ തല കറങ്ങില്ലേ, ആ ഒരു ഫീലായിരുന്നു അതിനകത്തൂടെ പാസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും. പക്ഷേ ഐ റിയലി എൻജോയ് ഇറ്റ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു സൺഡേ വെൽ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഹാപ്പി വീക്കെൻഡായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.